അതിലെ ആട്ടെ പുഴുക്കുത്തുകളെ ആട്ടെ റജി പിടിച്ച് പുറത്തിടാൻ റജി റജി കേരളത്തിലെ റജി മുഖ്യമന്ത്രിയുണ്ട്. ആട്ടെ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കണ്ടില്ലല്ലോ സഭയിൽ, ഇന്നലെ വന്നിരുന്നു. വാട്ടേക്കൻ രാഹുൽ ഹൂ മാങ്കൂട്ടത്തലിന്റെ ഹൂ വിഷയം കെയർ. നമ്മൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇവിടെ ബഹുമാന്യനായ നാസർ കൊളായി അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. അദ്ദേഹം ഈ ടി പി സെൻകുമാറിനെ സംബന്ധിച്ച് ഇപ്പൊ BJP-യുടെ സഹയാത്രികനായി നടക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് നാസർ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഒരു തരത്തിലും അതിനെ എതിർക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി ടെലിഫോൺ ചെയ്താൽ എടുക്കാത്ത ഒരു DGP നിങ്ങൾക്കുണ്ട്, ADGP നിങ്ങൾക്കുണ്ട്, തൃശൂർ പൂരം കലക്കിയ ഒരു ADGP നിങ്ങൾക്കുണ്ട്. BJP-യുടെ നേതാവ്, RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബോളയെയും റാം മാധവനെയും കണ്ട ഒരു ADGP നിങ്ങൾക്കുണ്ട്. ആ ADGP-ക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ അതിന് മറുപടി പറയും, കൊളായി പറയും. അതിന് മറുപടി പറയാം. ആ പറയും. ADGP കുറിച്ചുള്ള അന്വേഷണം പിന്നെ നടത്തുമ്പോ അത് കോടതി ഉത്തരവ് വരണം. ഒരു മിനിറ്റ്, തൃശ്ശൂർ പൂരവും തൃശ്ശൂർ ജയവും അങ്ങ് പറഞ്ഞു പോകുമ്പോ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോഴാണല്ലോ തൃശ്ശൂർ പൂരം ആര് കലക്കി എന്നുള്ള ചോദ്യം വന്നത്. ആ തൃശ്ശൂർ പൂരം പിന്നെ അവിടെ പഞ്ചവാദ്യം നടന്നില്ലേ, അവിടെ കുടമാറ്റം നടന്നില്ലേ, അവിടെ വെടിക്കെട്ട് നടന്നില്ലേ, എല്ലാം നടന്നു. പക്ഷെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ചില പിന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായി. അതാണോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന്റെ വിധി നിശ്ചയിച്ചിട്ടുള്ളത്? പിന്നെ കോൺഗ്രസ് അവിടെ തൃശ്ശൂർ പൂരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കലക്കി, അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞല്ലോ. തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയത് കൊണ്ടാണോ സുരേഷ് ഗോപി ജയിച്ചത്? അല്ലല്ലോ. എന്താ സംഭവിച്ചത്? 86,000 വോട്ട് പോയി. കോൺഗ്രസിന്റെ 85,000 വോട്ട് കുറഞ്ഞു. അല്ല, 85,000 വോട്ട് കുറഞ്ഞു. 86,000 വോട്ട് കുറഞ്ഞു. 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. അവിടെ ഇടതുപക്ഷത്തിന് 16,000 വോട്ട് കൂടി. 16,000 വോട്ട് കൂടിയതാ. എന്നിട്ട് തൃശ്ശൂർ പൂരത്തിന് ഈ പിന്നെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. വിളിച്ചപ്പോ ഫോൺ എടുക്കാറുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റുകാരനാണ്, നടപടി എടുക്കും. അല്ലെ? അയാളെ പിന്നെ DGP ആക്കാൻ പോവാണ്. ആര്? പിണറായി DGP ആക്കാൻ പോവാണ്. എന്തായിരുന്നു PV അൻവറിന്റെ അടക്കം പ്രചരണം? ഈ കോൺഗ്രസ്സുകാരെ വന്നില്ലേ, അയാളെ DGP ആക്കാൻ പോവാണ്. ഇപ്പോ പിന്നെ രമത ചന്ദ്രശേഖർ വന്നപ്പോ അവർക്ക് ആ വിഷയമല്ല വിട്ടു. എന്നിട്ട് തലശ്ശേരി ഇതിൽ മുമ്പ് വെടിവെച്ചത് അത് കോടതി ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം വന്നിട്ടുള്ളത്. ഒന്നിന്റെ ഉദാഹരണം പറയുമ്പോൾ മറ്റൊന്നിന്റെ ഉദാഹരണത്തിലേക്ക് പോകില്ല. ഈ DGP തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കും, ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരം കിട്ടിയാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കും, ഉറപ്പ് തന്നെയാണ്. പറഞ്ഞല്ലോ, പുഴുക്കുത്തുകൾ ഉണ്ടാവും, എവിടെ ഉണ്ടാവും. അതാണ് റജി, അല്ലാതെ വാക്കാൽ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കത്തില്ലെന്ന് അവർ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി പോലെ പോലീസുകാർക്കെതിരെയല്ല. കുറ്റക്കാരാണോ കൃത്യമായി നടപടിയെടുക്കും. അങ്ങനെ നടപടിയെടുത്തിട്ടുണ്ട്. ഇതാ തെളിവുകൾ. ഇനി നല്ലവരായ പോലീസുകാരുണ്ടോ? അവർക്ക് ബിഗ് സല്യൂട്ട്, സ്വാഗതം. ഇതാണ് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടു കൂട്ടരുമൊക്കെ വിളിക്കുന്ന പോലെ ഇതുപോലെയാണ് പിണറായി സർക്കാർ അതിൻ്റെ മെറിറ്റ് നോക്കി പോലീസിനെ. ഇതാണ് അവർ പറയുന്നത്. അതിന് വസ്തുതയുണ്ടെന്നേ അവരുടെ കയ്യിൽ കൃത്യമായ വസ്തുതയുണ്ട്. അതാണ് 2016 മുതൽ 2024 ഒക്ടോബർ വരെ എന്താണ് സംഭവിച്ചത്? എത്ര പോലീസുകാർ? 108 പോലീസുകാരെ പുറത്താക്കി. 2016 മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെ, 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ, അങ്ങനെ മൊത്തം 144 പേരെ പിരിച്ചുവിട്ടു. അങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് കണക്ക് ബോധിപ്പിക്കാൻ